ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും മറന്നിട്ടുണ്ടാവും, കുറച്ച് ദിവസമായി, 2-3 ദിവസം ഒന്നല്ല, കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ ലൈവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ആരെയും കാണാണ്ടായപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവരും മറന്നു പോയിട്ടുണ്ടാവുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഇന്നത്തെ വീഡിയോ ആകാൻ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക്. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, എനിക്ക് ഒരു അനുഭവം ആദ്യമായിട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഇത് 2 ദിവസം മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ എന്താണെന്നല്ലേ, നമ്മളെ ഈ ഒരു ചൂട് കാരണം നമ്മുടെ കോഴിമുട്ടയൊക്കെ ഇപ്പം കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ കേട് വരിക, അതേപോലെ അതിൻ്റെ ഉള്ളിൽ ബ്ലഡിൻ്റെ എന്താ പറയുക, ഒരു കളറൊക്കെ കാണാൻ പറ്റും. അപ്പം ഇപ്പോൾ അറിയാമല്ലോ, നമ്മുടെ ഒരു വീഡിയോ കാണുന്നവർക്കറിയാം, ഇപ്പോൾ നമ്മൾ കുറേ ആയിട്ട് കുഞ്ഞുങ്ങളെ ഒന്നും വിരിയിപ്പിക്കാൻ വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവരെ ഞാൻ പറയാറുണ്ട്, എന്താ പറയുക, കൂടിൻ്റെ ഒരു ഭാഗത്തേക്ക് തന്നെ കൊണ്ടുപോയിട്ട്, നമ്മളെ ഈ ഒരു അസുഖവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ, ഈ ഒരു ചൂട് കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ കോഴികൾക്ക് ഈ അസുഖം വരുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ കോഴികളിടുന്ന മുട്ടകളൊക്കെ ഞാൻ നമ്മുടെ കടകളിലും പുറത്തേക്കൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കടകളിൽ വരെ നമ്മുടെ കോഴിമുട്ട എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ആട്ടോ ഈ ഒരു ചൂട് കാരണം. എന്താ വെച്ചാൽ നമ്മളെപ്പോലെ തന്നെ കോഴി വളർത്തുന്ന ആൾക്കാർ കോഴിമുട്ട കൊണ്ട് കൊടുത്തിട്ട് അതിൽ ഈ ഒരു എന്താ പറയുക, കസ്റ്റമർ വാങ്ങുമ്പം ഈ ഒരു ബ്ലഡിൻ്റെ ഈ ഒരു കളർ കണ്ടിട്ട് എന്താ പറയുക, കടയിൽ തന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് കോഴിമുട്ട സെയിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ. അല്ലെങ്കിൽ ഉള്ളതിനനുസരിച്ച് നമ്മൾ ഇനിയിപ്പോൾ ഡെയിലി നമുക്ക് ഒരു 10 എണ്ണോ അല്ലെങ്കിൽ ഒരു 20 എണ്ണമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഒരു 3 ദിവസത്തെ ആ ഒരു ഡിഫറൻറ്റിൽ നമ്മൾ കടകളിൽ കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ പുറത്ത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു ചൂട് കാരണം ഇപ്പോൾ പെട്ടെന്ന് തന്നെ കോഴിമുട്ടയൊക്കെ പെട്ടെന്ന് നാശമാകുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലും ഉണ്ടായ അപ്പോൾ ഞാൻ കുറച്ച് ദിവസം അങ്ങ് തിരക്കായിപ്പോയി. അറിയാമല്ലോ, ഞാൻ വീഡിയോ ഇടാത്തതിന് കാര്യം, എത്ര തിരക്കാണെങ്കിലും സമയം കണ്ടെത്തി വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് അധികം തിരക്കായിപ്പോയതുകൊണ്ട് തന്നെ നമ്മളിടുന്ന കോഴിമുട്ടയൊക്കെ നമ്മൾ എടുത്തുകൊണ്ടേ വെക്കുന്നല്ലാതെ നമ്മൾ ആർക്കും കൊടുത്തിട്ടുണ്ടായില്ല. അതിൽ കുറച്ച് ഒരു 10-20-25 മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളെടുത്ത് കുറച്ച് ഒരു ആൾക്കാർ കോഴിമുട്ട ചോദിച്ചപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മളിങ്ങനെ കാൻഡിൽ ടെസ്റ്റ് ചെയ്യും പോലെ നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ടാട്ടോ നമ്മൾ കോഴിമുട്ട മാറ്റി വെച്ചത്. അപ്പോൾ അതിൽ ഇങ്ങനെ കാൻഡിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത്രയും ഒരു ചെറിയൊരു ബ്ലഡിൻ്റെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി അത് വലുതാൻ തുടങ്ങി കേട്ടോ. നമ്മുടെ അട വെച്ചാൽ നമ്മുടെ കോഴിമുട്ട കാൻഡിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കോഴിമുട്ടേനുള്ളിൽ കാണുന്ന ആ ഒരു തന്നെയായിരുന്നു കേട്ടോ നമുക്ക് കാൻഡിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടത്. അന്നപ്പോൾ ഞാൻ 2 ദിവസം ഞാൻ അവിടെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അട വെക്കാതെ തന്നെ നമ്മുടെ തനിയെ കുഞ്ഞുങ്ങൾ ഇതിൽ നിന്ന് ഇങ്ങനെ വളരെയായിട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇതേപോലൊരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ്. സാധാരണ നമ്മൾ കോഴിമുട്ട കേട് വരിക അല്ലെങ്കിൽ ബ്ലഡിൻ്റെ എന്താ പറയുക, ഒരു ഇത് കളറ് കാണുമ്പോൾ നമ്മൾ വലിച്ചെറിയാണ് ചെയ്തത്. ഇപ്രാവശ്യം ഞാൻ വലിച്ചെറിഞ്ഞൊന്നുമില്ല, നമ്മൾ കോഴികൾക്ക് ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കോഴിക്ക് അതൊന്ന് ചൂടാക്കിയിട്ട് ഓംപ്ലേറ്റ് പോലെ ആക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചായിരുന്നു കേട്ടോ. ആ ഒരു കോഴിമുട്ടല്ല കേട്ടോ നമുക്കിത് അതേപോലെ കുഞ്ഞ് ഇങ്ങനെ വളർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കളഞ്ഞൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഒരു 7 കോഴിമുട്ട എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അതേപോലെ കുഞ്ഞുങ്ങളുള്ള കോഴിമുട്ട തന്നെ 7 എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മളെ കോഴികളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു 2-3 കോഴിക്ക് അട പൊരുത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു കോഴിക്ക് ഞാൻ ആ ഒരു കോഴിമുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. 7 കോഴിമുട്ട കേട്ടോ നമ്മൾ വെച്ച് കൊടുത്തത്. അപ്പോൾ അതിന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ചൂടുകൊണ്ട് തന്നെ നമ്മൾ കോഴിമുട്ട കഴിയുന്ന വീടുകളിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പറയേണ്ടത്, ഇങ്ങനെ ഞാൻ പറയും, ഇങ്ങനെ നമ്മളെ അടുത്തുള്ളവരൊക്കെ കോഴിമുട്ട ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒരു ഇത് കേട് വന്നിട്ടുണ്ട്, അങ്ങനെ ഈ ഒരു ബ്ലഡിൻ്റെ കളർ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ അറിയുന്നവരൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവർക്കും കുഴപ്പമില്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ ഇതേപോലെ ഒരു അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യട്ടെ. എനിക്കിത് ആദ്യമായിട്ടാട്ടോ ഇങ്ങനെയുള്ളൊരു അനുഭവം. ഈ കോഴിമുട്ടനുള്ളിൽ നമ്മൾ അടവെക്കാതെ തന്നെ ഈ കുഞ്ഞുണ്ടാകുക എന്ന് പറയുന്നത് എനിക്ക് ആദ്യത്തെ ഒരു അനുഭവം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മളെ ആ ഒരു 7 കോഴിമുട്ട നമ്മളൊരു കോഴിക്ക് അട വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു എന്താ പറയുക, റിസൾട്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല. വിരിയോ അല്ലെങ്കിൽ കുഞ്ഞിനി വളർച്ച എത്തുമോ ഒന്നും അറിയില്ല. അപ്പോൾ ഈ ഒരു ചൂട് കാരണം തന്നെയാണ്
നല്ല ചൂടാട്ടോ. അപ്പോൾ ഈ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമായോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമായി, കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, ഇനി വിരിഞ്ഞ കുഞ്ഞുങ്ങളെ നല്ലതുപോലെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു ഇതാട്ടോ. അവരെ തന്നെ എനിക്ക് എന്താ പറയുക നല്ലതുപോലെ പേടിയാകാൻ തുടങ്ങി, അവർക്കും അസുഖം വരുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടിൻ്റെ ഒരു ഭാഗത്തേക്ക് തന്നെ ഇപ്പോഴും ഞാൻ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിക്ക് തോന്നുന്നു ഒരു 10 ദിവസമൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറന്നു പോയത്. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.